ആ ഉണ്ണിയിൽ മുക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ഉണ്ടല്ലേ. ഓക്കെ, തൃപ്തിയായി ഗോപിയേട്ടാ. മമ്മി ചീര മീൻ വറക്കൽ ഒക്കെ ആയിട്ട് ബിസിയാണ്. മെല്ലെ പോയാൽ മതി ട്ടാ. അങ്ങനെ പപ്പ പോയി. ഇനി ഞങ്ങളൊന്ന് വിശ്രമിക്കാൻ പോവാണ്. അതുകൊണ്ട് ഒരാൾ നല്ല ഉറക്കത്തില്ല എപ്പോഴും. ഇന്ന് പപ്പയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയായിരുന്നു. നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ വട്ടം ഞാൻ ഒരു വട്ടം കൂടി ഇതിവിടെ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അന്ന് പപ്പ ഓഫീസിൽ പോയതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയുണ്ട് അമ്മ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? സൂപ്പറാണ്. മമ്മി അപ്രൂവ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഭാവ്യ പിന്നെ എപ്പോഴും അപ്രൂവ്ഡ് ആണ്. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. ബുൾസൈയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പക്ഷെ ഇത് നല്ലതാണ്. അങ്ങനെ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല അമ്മ, മൈ ഫേവറേറ്റ് ഫിഷ് കറി. അതെ, ബംഗാളി ഫിഷ് കറിയാണ്. ഈ ഫിഷ് കറിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ടിടാം. ഓക്കേ, ഇവിടെ എന്താ ചീരപ്പേരിയാ? ചീരപ്പേര് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നു, പിന്നെ ബാക്കി ചീര കട്ട് ചെയ്ത് വെക്കുകയാണല്ലേ. ഇത് മതി, ഇതാണ് എൻ്റെ സ്വർഗം. എന്താ മമ്മി? ഇതാണ് മാങ്ങയും മുളകും ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തത്. ഇത് ഞങ്ങൾ ഫ്ലേവേർഡ് മാംഗോ ഫ്ലേവേർഡ് യോഗട്ടിൻ്റെ ഒരു ബോക്സാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അമ്മ എന്ത് യോഗട്ട് കൊണ്ടുവരണത് എന്ന്. അപ്പം അമ്മ ഇതിൽ മാങ്ങയൊക്കെ ഇതാക്കിയിട്ട്, പാവാടാ, മാങ്ങ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. ഇത് നമ്മുടെ ബീനാമ്മയുടെ മരത്തിലുണ്ടായ മാങ്ങ കേട്ടോ. ബീനാമ്മയുടെ വീട്ടിലെ മാവിലുണ്ടായ മാങ്ങ. എൻ്റെ മലയാളമൊക്കെ വളരെ കോമഡിയാണ്. കഴിച്ചിട്ട് പറ, കഴിക്കുക എങ്ങനെയുണ്ടെന്ന്. പുളി ഭയങ്കര പുളിയാ. ഉപ്പ് വേണോ? പുളി ഉപ്പുണ്ട്. അയ്യോ, എന്തൊക്കെ ഒറ്റിക്കണം. നിങ്ങൾ കുറച്ച് മുളക് പൊടി ഇട്. ഇതാണ് ആ ഫിഷ് കറി. ഓ മൈ ഗോഡ്. അമ്മ എനിക്കിന്ന് നല്ല ചോറ് വിളമ്പിക്കോട്ടോ, ഞാൻ കഴിക്കും. ചീരപ്പേരി, കറി വിളമ്പണം ഇവിടെ സൈഡിൽ. കറി മാത്രം മുകളിൽ എറിഞ്ഞാൽ വായിൽ വെള്ളമൂറും രുചി. മതി ഇടൂ. ഇത് മാങ്ങയും ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. മാങ്ങ എൻ്റെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഞാൻ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി ഗൈസ്. പപ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നെ. പപ്പയ്ക്ക് നാളെ ഇനി ഓഫീസിൽ ഇതാണ്ട് കൊടുത്താൽ ഈ കറിയൊന്നും കാണുന്നില്ല. അല്ല, നാളെ ഈ കറി കൊണ്ടുപോകും. അപ്പോൾ അതിന് കൊടുക്കാൻ നമ്മൾ കഴിക്കുമ്പോഴേ എനിക്ക് ഇടങ്ങാറാണ്. ഞാൻ കഷ്ടപ്പെട്ട എന്താണ് എന്താടാ? ഐസ്ക്രീം, മമ്മീസ് ഫേവറേറ്റ്.
അമ്മയുടെ ഫേവറേറ്റ് സാധനമാണ് ഈ ഐസ്ക്രീം. കിട്ടിയില്ലെങ്കിൽ പപ്പേനെ അമ്മ ശരിയാക്കും. വയസ്സ് 46 എത്ര? 48 വയസ്സായി അമ്മ. പക്ഷെ ഇങ്ങനെ കണ്ട തോന്നില്ല കേട്ടാ. ഐസ്ക്രീം തീറ്റയ്ക്ക് ഒരു കുറവുമില്ല. എത്ര 8 6 ആണെങ്കിലും 50 ആണെങ്കിലും കഴിക്കാറൊന്നുമില്ല മോനെ. ഞാൻ ഇപ്പൊ ഒരു ഇഷ്ടം വരുന്നുള്ളൂ. കറക്റ്റ് 3 മണി അല്ലെങ്കിൽ 3:30 ആകുമ്പോഴാണ് ആ ഇഷ്ടം വരിക. കൃത്യം ഉച്ച 3 മണി 3:30 ആ ഇഷ്ടം അങ്ങോട്ട് വരും. പിന്നെ ആ ഇഷ്ടം വന്നു കഴിഞ്ഞാ എന്റെ വായ അടയ്ക്കാനല്ലേ. ഞങ്ങള് ഇപ്പോ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ അവരെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. പപ്പയും അമ്മയ്ക്കും അവർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് എനിക്കൊക്കെ എന്നെ അറിയാം കണ്ടിട്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഫാമിലീനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പോയിട്ട് കാണിച്ചു തരാം. ഇത് ആര് 2 സുന്ദരികൾ? ഇത് ലിയ, ഇത് ലിയക്കുട്ടിയും പിന്നെ തന്മയ് കുട്ടി സുന്ദരീസ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ലിയക്കുട്ടിയുടെ പല്ല് കാണിച്ചേ. എവിടെ പല്ല്? എവിടെ? ഒരു മിനിറ്റ്. ഈന്ന് കാണിക്ക്. ഓക്കെടാ. പല്ല് എവിടെ പോയി? പല്ലൊക്കെ പോയി. ആരാ പറിച്ച പല്ല്? പുതിയ പല്ല് വരാനല്ലേ. ആരാ പറിച്ചു തന്നെ? അവള് വീണതാണോടാ? പാർക്കത് വീണപ്പോ പൊട്ടിയതാ? അത് പറഞ്ഞു വന്നതല്ലേ, ഇളകി വന്നതല്ല. തന്മയ ടാറ്റതാ. ടാറ്റ. ലിയ ടാറ്റ തരില്ല. ബൈ 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 ബൈ. അങ്ങനെ നമ്മൾ പോയി തിരിച്ചു വന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ പോയാൽ അവരൊക്കെ നല്ല സംസാരിച്ചിരിക്കാൻ നല്ല രസമുള്ള ആൾക്കാരാണ്. 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവർ നല്ല പാവം കുട്ടികൾ. അങ്ങനെ ഇന്നത്തെ ഈവനിങ് അതോടെ കഴിഞ്ഞു. ഈ പപ്പ എന്തോ ഫിഷ്, നമ്മൾ അന്ന് മേടിച്ച ഫിഷിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അതൊക്കെ ഒന്ന് വീണ്ടും മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പപ്പ. ഇന്ന് മമ്മിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഇന്ന് പപ്പയാണ് ഫിഷൊക്കെ ഇതാക്കുന്നത്, മാനേജ് ചെയ്യുന്നത്. അമ്മേ ടാസ്കാണ് കേട്ടോ. ഇന്ന് പിതാജീന്റെ അടുക്കള കയറിയതിന്റെ ഒരു അലങ്കാരമാണ് ഇപ്പൊ ഈ കാണുന്നത്. അവിടെ ഒരു പ്ലേറ്റ് സാലഡ് വിത്ത് ഇത് എന്താണ് സെലറിയോ എന്താണ് ഇതിന് പറയാ, അതും ക്യാരറ്റ്സ് ആൻഡ് ക്യൂക്യുംബേഴ്സ്, പിന്നെ നമ്മുടെ ഫിഷ്, പിന്നെ നമ്മള് പപ്പ അവിടെ കുബൂസ് റെഡിയാക്കുന്നു. കുബൂസ് പപ്പയുടെ ഫേവറേറ്റ് ആളാ കുബൂസ്. പ്രിയതമേ, അയ്യടാ സ്നേഹം. എനിക്ക് ഈ സ്നേഹം കണ്ടിട്ട് മതിയാവണില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, പപ്പയ്ക്ക് നെക്സ്റ്റ് ഡേ ഓഫീസുള്ളതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. അൻറ്റിൽ ദെൻ ബൈ.